ഹായ് റബിനി. ഹായ് മിനിക്കുട്ടിയോ, കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. എക്സാം ആയിരുന്നു, അതുകൊണ്ട് അമ്മ എന്നെ പുറത്തേക്ക് വിട്ടതേ ഇല്ല. അതിരിക്കട്ടെ, ബേറു എവിടെ? ദേ കിടന്നുറങ്ങുന്നു, നോക്ക്. നമുക്ക് പാർക്കിലൊക്കെ പോകാം എന്ന് വെച്ച് വന്നതാ. അതിനെന്താ, ഇവനെ ഇപ്പൊ നമുക്ക് ഉണർത്താം. ബേറു, എണീക്ക് എണീക്ക്, ദേ മിനിക്കുട്ടി വന്നിരിക്കുന്നു. ഏത് മിനിക്കുട്ടി? ഉറങ്ങാനും സമ്മതിക്കില്ല. ഹോ, ഏത് മിനിക്കുട്ടി എന്നോ? ഇപ്പൊ ശരിയാക്കി തരാം. ഏതോ ഒരു മിനിക്കുട്ടി ഒരു കുടം തേനുമായി വന്നിരിക്കുന്നു. എവിടെ തേനെവിടെ? അയ്യടാ, നീ എണീക്കാൻ വേണ്ടി നിന്നെ ഞങ്ങൾ പറ്റിച്ചതാ. ഷോ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. സാരമില്ല ബേറു, നിനക്ക് ഞാൻ പാർക്കിൽ പോകുമ്പോ ഐസ്ക്രീം മേടിച്ചു തരാം. വാവ്, അടിപൊളി ഐഡിയ. എന്നാ വാ, വേഗം പോവാം. ഷോ, ഇങ്ങനൊരു കൊതിയൻ. എനിക്ക് സ്ട്രോബെറിയാണ് ഇഷ്ടം. എനിക്കും. എനിക്ക് ഹണി. എന്നിട്ട് കഴിക്കുന്നത് സ്ട്രോബെറിയാണല്ലോ. അയ്യോ, പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ യൂണിഫോമിലാണെങ്കിലും ഇന്നത്തെ ദിവസം എല്ലാരെയും ഉപദേശിച്ചു വിടാമെന്ന് കരുതി. ദേ നോക്കിക്കേ, അമ്പാനും റമ്പാനും അല്ലേ ആ വരുന്നത്. നല്ല ഐസ്ക്രീം അല്ലേ റമ്പാനെ? അതെ അതെ. അല്ല, രണ്ടാളും ഇത് എങ്ങോട്ടാ? അയ്യോ താറാമ പോലീസ്, അയ്യോ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ ഇതാ ചുമ്മാ ഐസ്ക്രീം കുടിക്കാൻ വന്നതാ. ഏയ് പേടിക്കണ്ട, ഞാൻ ഇന്നാലെയും അറസ്റ്റ് ചെയ്യില്ല. ജസ്റ്റ് ഉപദേശം മാത്രം. ഉപദേശമോ? എടാ അമ്പാനെ, ഇവർക്ക് വട്ടായെന്നാ തോന്നുന്നേ. എനിക്ക് വട്ടൊന്നുമില്ലടാ പിള്ളാരെ. എന്തായാലും നിന്നെയൊക്കെ കണ്ടത് നന്നായി. എല്ലാവരെയും ഒന്ന് ഉപദേശിച്ചു വിടാം, വാ. എന്നാ വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. ശരിയാ, കാൽ കഴിച്ചിട്ട് വയ്യ. കുട്ടികളെ, ജീവിതമെന്ന് പറയുന്നത് ഈ കടൽ പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് തിര ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഷോ, കാവ്യാത്മകം. അല്ല, ഈ തിരയും ജീവിതവും തമ്മിൽ എന്ത് ബന്ധം? കുഞ്ഞേ, ഓരോ തിരയും ഓരോ പ്രശ്നങ്ങളെയാണ് അനുഭവിച്ചത്. ഓ, വീണ്ടും കാവ്യാത്മകം. എന്തുവാടേ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടേ? കാവ്യാത്മകം പോലും. നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ? എവിടുന്ന്? ഇല്ലേ ഇല്ല. താറാമ പോലീസേ, അപ്പോ നിങ്ങളായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിലെ സുനാമി. എന്ത്? എന്നെ കളിയാക്കി ചിരിക്കുന്നു? നിന്നെയൊക്കെ ഉണ്ടല്ലോ. അയ്യോ അയ്യോ, അവിടുന്ന് വിഷമമായെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. നിന്നെ എനിക്കിഷ്ടമായി. എന്തുവാടേ, നിനക്കൊക്കെ വീട്ടിൽ പോയി കിടന്ന് വഴക്കുണ്ടാക്കിയ പോരെ? മനുഷ്യനെന്ന് ഉറങ്ങി വരുമ്പോഴാ അവന്മാരുടെ വഴക്ക്. ദൈവമേ, ഇതാരാ അടുത്തത്? ഞാൻ ഞണ്ടും മാമൻ, ഇവിടുത്തെ ഒരു ലോക്കൽ ഗുണ്ടയാ. എന്ത് ഗുണ്ടയാ? ഈ താറാമിയുടെ പരിധിയിൽ ഒരു ഗുണ്ടയെ ഞാൻ വാഴിക്കില്ല. പക്ഷേ നിങ്ങളിപ്പോ ഈ ഇരിക്കുന്നത് എന്റെ സ്ഥലത്താ. ചുറ്റിനൊന്ന് നോക്കിക്കേ, എല്ലാം എന്റെ ആളുകളും. എന്റെ അനുവാദമില്ലാതെ ആർക്കും ഇവിടുന്ന് അനങ്ങാൻ കൂടെ പറ്റില്ല. റമ്പാനെ, ഓടുന്നതാ ബുദ്ധി. എന്തിന്? നമ്മുടെ താറാമ പോലീസ് ഉള്ളപ്പോൾ നമ്മൾ എന്തിന് പേടിക്കണം? ആവശ്യമില്ലാതെ എനിക്ക് പ്രചോദനം നൽകി എന്നെ ഈ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് കടി മേടിച്ച് തരാൻ നോക്കുന്നോടാ. നിന്നെയൊക്കെ ഉപദേശിക്കാൻ നോക്കി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പോലീസ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലുണ്ടല്ലോ. മിസ്റ്റർ ഞണ്ടുമാമൻ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായോ? ഈ പാവം കുട്ടികളെ ഉപദേശിക്കാൻ വന്നതാ ഞാൻ. നിങ്ങൾ ദയവ് ചെയ്ത് ഇവരുടെ മുന്നിൽ വെച്ച് എന്നെ നാറ്റിക്കരുത്. നിങ്ങൾ പോലീസല്ലേ, അല്ലാതെ മോട്ടിവേഷണൽ സ്പീക്കർ അല്ലല്ലോ. അമ്പാനെ, നമ്മുടെ താറാമ പോലീസിനെ ഇവരൊക്കെ കളിയാക്കുന്നത് കണ്ടോ?
നിനക്കെന്തടേ? നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്കെങ്ങും വയ്യ കണ്ട ഞണ്ടുമാമൻ്റെ കടിയൊന്നും കിട്ടാൻ. നാട്ടുകാരുടെ അടി കൊണ്ടേ നടുവൊടിഞ്ഞു. ഇനി ഈ ഞണ്ടിൻ്റെ കൂടെ കടി കൊണ്ട് വേണം. നീ എന്തൊന്ന് വെച്ചാ ചെയ്യ്. മതി, നിറുത്ത്. നീ ഏതാടാ? അതിന് ഇവിടെ പ്രസക്തിയില്ല. ഞങ്ങളുടെയെല്ലാം പൊന്നോമനിയും വീരശൂര പരാക്രമിയും ഞങ്ങളുടെയെല്ലാം രക്ഷകയും ഈ നാടിന്റെ പൊന്നോമനിയും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെപ്പോലുള്ള ഗുണ്ടകളുടെ പേടി സ്വപ്നം, സത്യത്തിന്റെ കാവലാൾ രാജമാതാ ശിവകാമി ദേവി. സോറി കേട്ടോ, ഡയലോഗ് മാറിപ്പോയി. എന്തുവാടേ? അമ്പാനെ, നീ ഇതിൽ ഇടപെടണ്ട. ഇതിൽ എന്റെയും എന്റെ താറാമയുടെ മാത്രം കാര്യമാ. നിന്റെ താറാമയോ? ഇവൻ എന്തൊക്കെയാടേ ഈ പറയുന്നേ? കഴിഞ്ഞോടെ? ഇല്ല, ഇപ്പൊ കഴിയും. കുറച്ചുകൂടെ. എന്നാ വേഗം ആകട്ടെ. ഞങ്ങളുടെ എല്ലാം സുന്ദരി കുട്ടിയും. മതി. വളരെ പഴയതും ക്ലീഷയുമായ ലവ് സീൻസ്. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. കൂട്ടുകാരെ, നമ്മുടെ നാട്ടിൽ ആക്രമിച്ച് കയറി ഈ ആൾക്കാരെ ഒരു പാഠം പഠിപ്പിക്കേണ്ട സമയമായിരിക്കും. ആക്രമിക്കൂ! റംബാനെ, എടാ ഓടിക്കോ! വാടാ ഞണ്ടുമാമ, ഞങ്ങളെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളോ? എല്ലാരും പോയോ? അയ്യോ, രക്ഷിക്കണേ! അയ്യോ! നീ എന്ത് വിചാരിച്ചു? ഇവിടുന്ന് ഈസിയായിട്ട് ഞങ്ങളെ കളിയാക്കിയിട്ട് രക്ഷപ്പെടാമെന്നോ? അയ്യോ, ക്ഷമിക്കണം. ഒരാവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ മിസ്റ്റർ ഞണ്ടുമാമൻ. അയ്യോ, എന്തൊരു വേദന! എടാ, നീ ഒരു പോലീസിനെയാ കടിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഐ ആം റിയലി സോറി താറാമ പോലീസ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ മതിയാകൂ. ബേറു, നിനക്ക് മാത്രം ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. തീർച്ചയായും റാബിനി. ഹീ ഹാ ഹൂ. നീ ആരാടാ? നിന്റെ മാജിക്കൊക്കെ കൊള്ളാം, പക്ഷേ അത് ഇവിടെ ചെലവാകില്ല. ഞണ്ടുമാമ, ഇതാള് വേറെയാ. ഓഹോ, അങ്ങനെയോ? എന്നാലൊന്ന് കാണട്ടെ. മിസ്റ്റർ ഞണ്ടൻ, വേഗം അവനൊരു പാഠം പഠിപ്പിക്കേ. തീർച്ചയായും. നിനക്കിനി ഒരു സ്പെഷ്യൽ കടി തരാം. ഓഹോ, എന്നാ അങ്ങനെ ആകട്ടെ. ആദ്യം നീ ഇത് പിടിക്കും. ഞണ്ടുമാമ, ഇവനെ സൂക്ഷിക്കണം. ഇവനെ ഞാൻ എങ്ങനെ സൂക്ഷിക്കണം? ഇവൻ എന്നെ സൂക്ഷിച്ചാ മതി. നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം. അതിനു മുന്നേ ഞാൻ നിന്നെ കുറച്ച് ശരിയാക്കാം. എന്താ ഇത്? ഈ വല മാറ്റടാ, മാറ്റാൻ. നീ വിഷമിക്കണ്ട, 2 ദിവസം കഴിഞ്ഞ് അത് തന്നെ പോയിക്കോളും. എല്ലാരും ഓടിക്കോ, ഇവനാള് പെശക. എടാ ദുഷ്ടന്മാരെ, എന്നെ കൂടെ കൊണ്ടുപോടാ. ബേറു, നീ വീണ്ടും നമ്മുടെ സൂപ്പർ ഹീറോ ആയി. സൂപ്പർ ഹീറോ അല്ല, സൂപ്പർ ബേറു. സൂപ്പർ ബിയറു തിരകൾക്കു മീതെ കാറ്റിന് ഉയരേ പറന്നുയരൂ സൂപ്പർ ബിയറു തീയായി മഴയായി തണലായി നീ